ചിതകൾ ഒന്നൊന്നായി കത്തിയെരിയുകയാണ് കരുണാപുരത്ത്. എങ്ങും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വിലാപം മാത്രം. തമിഴ്നാട്ടിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തമാണ് കള്ളാക്കുറിച്ചിയിലേത്. മരണാനന്തര ചടങ്ങിനെ തുടർന്ന് വിളമ്പിയ വിഷമദ്യം കഴിച്ച 100-ലധികം പേരാണ് ദുരന്തത്തിൽപ്പെട്ടത്. ഇതുവരെ 42 ജീവനുകൾ പൊലിഞ്ഞു. 10 പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. 101 ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരം. മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ 10 ലക്ഷം രൂപയും ചികിത്സയിലുള്ളവർക്ക് 50,000 രൂപയും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ സംഘം തന്നെ ദുരന്തഭൂമിയിലേക്ക് എത്തി. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? നടനും വിജയ് വെട്രി കഴകം നേതാവുമായ വിജയ് ആശുപത്രിയിലെത്തി ചികിത്സയിലുള്ളവരെ കണ്ടു. വൈകാരികമായിരുന്നു പ്രതികരണങ്ങൾ. സംസ്ഥാനത്തുടനീളം വ്യാജമദ്യം സുലഭമാണെന്ന റിപ്പോർട്ടുകൾ സർക്കാർ തള്ളിയതാണ് ദുരന്തത്തിന് കാരണമെന്ന ആക്ഷേപമുയരുന്നുണ്ട്. ഒരു വിഷയത്തിൽ ഞങ്ങൾ തെളിവാக இருக்கின்றோம். கள்ளச்சாராயமும் திமுகவினுடைய அடிமட்ட தலைவர்களும் பின்னி பிணைந்திருக்கின்றார்கள். அப்படி என்றால் இது ஒரு நேரத்தில் இது நடந்ததாக தெரியவில்லை. சர்வசாதாரணமாக எல்லா இடத்திலும் இந்த கள்ளச்சாராயம் புழங்குவதை நாம் பார்க்கிறோம். ദുരന്തത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുമ്പോഴും ഇന്നു വൈകിട്ടും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിഷമദ്യം പിടിച്ചെടുത്തതിൻ്റെ വാർത്തകളും പുറത്തുവരുന്നു. കെ ബി ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.